ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു നെയ്മീൻ വെച്ച് ബിരിയാണി ഉണ്ടാക്കാം. അതിനുവേണ്ടി സ്ലൈസായിട്ട് മുറിച്ച നെയ്മീനാണ് ഞാൻ മസാല പുരട്ടി വെക്കുന്നത്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പുരട്ടിയതാണ്. ഇനി നമുക്ക് ഇത് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടാം. അങ്ങനെ എല്ലാം തിരിച്ചിട്ട് 2 ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. ഇതിന് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ അരി നല്ലതുപോലെ കഴുകി 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അരി വറ്റിച്ചെടുക്കാനാണ്. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത്. അത് തിളച്ച് അരി ഇട്ടതിന് ശേഷം നമ്മൾ കുക്കറിലേക്കാണ് ഉള്ളി വഴറ്റുന്നത്. ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നപ്പോൾ തക്കാളി ചേർത്തു. അത് നല്ലതുപോലെ വഴന്നു വന്നപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തു. 1/2 സ്പൂൺ ഗരം മസാല ചേർത്തു. ഇളക്കിയെടുത്തു. മീൻ ബിരിയാണിയൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ ഇലവകകൾ ചേർക്കണം. ഞാനിവിടെ 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയുമാണ് ചേർത്തത്. അപ്പോൾ മീനിൻ്റെ ഒരു സ്മെല്ല് പോലും അടിക്കത്തില്ല. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. 1 സ്പൂണോളം മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇപ്പം നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്മീൻ ചേർക്കാം. പൊടിഞ്ഞു പോകാതെ ചെറുതായി കൂട്ടി ഇളക്കി എടുക്കണം. ചെറിയ തീയിൽ വെക്കണം. 5 മിനിറ്റോളം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിടാം. ഫ്രൈ ചെയ്തപ്പോൾ 2 മീൻ ഞാൻ മുകളിൽ വെച്ച് അലങ്കരിക്കാനായി മാറ്റിയതാണ്. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ മസാലയും മീനും എല്ലാം ചെറുതായി ഒന്ന് നിരത്തുന്നുണ്ട്. ലെയറുകളായി നിരത്തുകയാണ്. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ചോറ് ചേർക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും സവാളയും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് തന്നെ മുകളിൽ ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം ചേർത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ചോറ് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മസാല അതിൻ്റെ മുകളിൽ തന്നെ ചേർക്കാം. ബാക്കിയുള്ളതും കൂടി ചേർത്ത് ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് മസാല മുകളിൽ ചേർത്തതിന് ശേഷം മല്ലിയില ചേർക്കാം. ഇനി ബാക്കിയുള്ള ചോറ് ലെയറായിട്ട് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ദം ചെയ്യാം. ഇനി ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം അടച്ച് ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞ് അടച്ച് വെക്കാം. ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി 2 ഫ്രൈ ചെയ്ത മീൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.